കർത്താവേ, നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, അനേകം മക്കൾ, ആയിരക്കണക്കിന് മക്കൾ ഈ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി കാതോർത്ത് കൊതിച്ചിരിക്കേണ്ടി ചെയ്യേ. അവരെല്ലാം പ്രാർത്ഥിക്കണേ, കർത്താവേ, ഇന്നെങ്കിലും അച്ഛൻ ഞങ്ങളുടെ കാര്യം പറയണേ എന്നാണ്. ഈശോ, അതെനിക്ക് പറയാൻ കിട്ടുന്നുണ്ടോ, ഞാൻ പറയുന്നില്ല അവരുടെ കാര്യമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അവരുടെ കാര്യം എന്താണെന്ന് നിനക്കറിയാം. അങ്ങനെ കൊതിച്ചിരിക്കുന്നവരുടെ കാര്യങ്ങളുടെ മേൽ ദൈവമേ ഇന്നൊരു തീരുമാനം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞാൻ നിനക്ക് മുമ്പ് എൻ്റെ ദൂതനെ അയക്കുമെന്ന് അളിച്ച കർത്താവ്, അത് നിൻ്റെ വാഗ്ദാനമാണ്. ഈ പ്രാർത്ഥന കൂടുന്ന മക്കളെ ദൈവത്തിൻ്റെ സാന്നിധ്യം അവരുടെ ജീവിത മണ്ഡലങ്ങളിലും ജീവിതയാത്രയിലും ഇന്നവർ ഇടപെടുന്ന ഓരോ വിഷയങ്ങളും അനുഭവിക്കാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ശരീരത്തിലുണ്ടാകുന്ന രോഗങ്ങൾ പലതരത്തിലുള്ള ഡയഗ്നോസൊക്കെ കഴിയുമ്പോൾ ഇന്ന രോഗമുണ്ടെന്നൊക്കെ കേൾക്കുമ്പോൾ പേടിച്ചിരിക്കണമുണ്ട് ഈശോയെ. അവർക്ക് പോയി പണി നോക്കാൻ പറയണം ഈശോയെ. ഒരു പേടിക്കാൻ ആവശ്യമില്ല. അന്തിമ തീരുമാനം കർത്താവിൻ്റെതാണ് എന്ന് ബോധ്യം കൊടുത്ത് അവർക്ക് ധൈര്യം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ. ഈ പ്രാർത്ഥന വഴി കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ദൈവമാതാവിൻ്റെ നിനക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുകയും നിൻ്റെ സങ്കടത്തിൻ്റെ കണ്ണുനീര് എങ്ങനെയാണോ മഞ്ഞ് തുള്ളികൾ സൂര്യൻ ഉദിക്കുമ്പോൾ വരണ്ട് ഉണങ്ങിപ്പോണ പോലെ നിൻ്റെ സങ്കടങ്ങളെ കർത്താവിൻ്റെ അനുഗ്രഹത്തിൻ്റെ ശക്തിയിൽ അങ്ങനെ വരണ്ടു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.